കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ എടുക്കാം. The sum of all 4-digit numbers that can be formed with the distinct non-zero digits A, B, C, and D, with each digit appearing exactly once in every number, is 153310 plus n, where n is a single digit natural number. Then the value of A plus B plus C plus D plus n is. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുമ്പോൾ. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇതെന്താ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ ഒരു എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 നമ്പർ തന്നിട്ടുണ്ട്. ഓൾ ആർ ഡിസ്റ്റിങ്ക്ട്, വിച്ച് മീൻസ് എ പ്ലസ് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി നോട്ട് ഈക്വൽ ടു ഡി, ഓർ all are not equal. There is no two elements in this set A, B, C, D such that they are equal. All are distinct. So something like 1, 2, 3, 4. 1, 1, 3, 4 എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. മനസ്സിലായില്ലേ? എല്ലാം ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ് ആണ്. അപ്പൊ അത് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോ അത് ക്ലിയർ ആയില്ലേ? ഇതിലിപ്പോ നമ്മളിപ്പോ 1, 2, 3, 4 അല്ലെങ്കിൽ ഏതെങ്കിലും 4 നമ്പേഴ്സ് ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ് ആണ്. ഈ ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ് എന്ന് വെച്ചിട്ട് പക്ഷെ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്പർ നോൺ സീറോ അല്ല, ഒരു നമ്പറും സീറോ അല്ല എന്ന്. അപ്പൊ പിന്നെ എല്ലാം 4 ഡിജിറ്റ് നമ്പേഴ്സ് തന്നെ ആയിരിക്കും. കാരണം ഇതിന്റെ പെർമ്യൂട്ടേഷൻ 1, 2, 3, 4 എങ്ങനെ അറേഞ്ച് ചെയ്താലും അതൊരു 4 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന എല്ലാ 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെയും സം ചെയ്തിട്ട് കിട്ടിയ വാല്യൂ ആണ് എന്താണ് 11350 അല്ലേ? പറഞ്ഞു 153310. ഓക്കെ, അതിന്റെ വാല്യൂ ആണ് 153310 പ്ലസ് എൻ മനസ്സിലായോ? ഇപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഉപയോഗിച്ചിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് ഓൾറെഡി അറിയാം, 4 ഫാക്ടോറിയൽ ആണ്. കാരണം 4 ഡിജിറ്റ് നമ്പർ ആണ്. ഫസ്റ്റ് ഡിജിറ്റ് എയോ ബിയോ സിയോ ഡിയോ വെച്ച് ഫില്ല് ചെയ്യാം, 4 വേസ്. സെക്കൻഡ് ഡിജിറ്റ് ബാക്കിയുള്ള നമ്പേഴ്സ് വെച്ച് ഫില്ല് ചെയ്യാം, 3 വേസ്. പിന്നെ 2 വേസ്, പിന്നെ 1 വേ. ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 24 വേസ്, വിച്ച് മീൻസ് ദർ ആർ 24 numbers that can be formed using distinct numbers A, B, C, D. 24 4-digit numbers. ഇത് നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിന് മുമ്പാണ്, 10ാം ക്ലാസ് ആ സമയത്ത് എന്തായാലും പഠിച്ചിട്ടുണ്ടാവേണ്ട കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അപ്പം അറിയില്ലെങ്കിലും കാര്യമൊന്നുമില്ല, ഇതിപ്പോൾ ഇത്രേ ഉള്ളൂ. കാരണം ഫസ്റ്റ് സംഭവം നമുക്ക് 4 രീതിക്ക് ഫില്ല് ചെയ്യാം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചിട്ട് നമ്മൾ നിർത്താതെ അടുത്തതും ഫില്ല് ചെയ്യുന്നോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇൻറ്റു ചെയ്യുക. അല്ല ഇത് ഒരു വേ, അത് വേറെ, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളെ നമ്മൾ പ്ലസ് ചെയ്യുക. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ 4 × 3 × 2 × 1 = 24. അപ്പൊ 24 നമ്പേഴ്സ് ഉണ്ട് നമുക്ക് കിട്ടി. ഈ 24 നമ്പേഴ്സ് ഇപ്പോൾ എന്ത് വേണമെങ്കിൽ ആവാം. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4. 1, 2, 3, 4 ആണ് നമ്പർ എങ്കിൽ 1, 2, 3, 4, 1, 4, 3, 2, 1, 3, 4, 2 അങ്ങനെ 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ല 4 ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാം ആവാം. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് ആഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ ആഡ് ചെയ്യാം? പൊതുവെ 2 നമ്പർ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? നമ്മൾ വെറുതെ ഈ നമ്പർ മാത്രം ആഡ് ചെയ്യല്ല, എല്ലാത്തിനും ഓരോ പ്ലേസ് ഉണ്ട്. കാരണം 1000s പ്ലേസ്, 100s പ്ലേസ്, 10s പ്ലേസ് ആൻഡ് 1s പ്ലേസ് ഉണ്ട്. ആ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളെയും ആഡ് ചെയ്യണം. ഇപ്പൊ 1, 2, 3, 4 എന്ന് പറയുന്ന സാധനം തന്നെ 1, 2, 3, 4 അല്ല, നമ്മൾ 1000 പ്ലസ് 200, അതായത് 1 × 1000 പ്ലസ് 2 × 100 plus 3 × 10 plus 4. Now that will give you what? 1234. ഇതാണ് സംഭവം. ഇതേപോലെ 2 ആഡ് ചെയ്യണമെങ്കിൽ ഇതിനും 100s പ്ലേസ് ഉണ്ടാവും, അതിനും 100s പ്ലേസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ഞാൻ കാണിച്ചു തരാം. മിനിറ്റ്. അപ്പൊ നമുക്ക് ഏതൊരു നമ്പർ 4 ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാം എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 × A1 പ്ലസ് 100 × A2, ഇത് അടുത്ത ഡിജിറ്റ്, പ്ലസ് 10 × A3 പ്ലസ് 1 × A4. ഇങ്ങനെയാണ് ഏത് 4 ഡിജിറ്റ് നമ്പർ ആയാലും. അപ്പൊ നമ്മൾ 24 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു മെട്രിക്സ് ഫോമിൽ, അതായത് മെട്രിക്സ് ഫോം അല്ല, ഇത് ഫസ്റ്റ് നമ്പറിന്റെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 1 കൊടുക്കാം. മനസ്സിലായില്ലേ?
ഇതേപോലെ സെക്കൻഡ് നമ്പറിന് എങ്ങനെയാണ് 2 1 2 2 2 3 2 4 എന്ന് പറഞ്ഞിട്ട് 4 ഡിജിറ്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? ഇപ്പൊ ഇതിൽ 24 നമ്പറാണ് ഉള്ളത്. അപ്പൊ 24 ആമത്തെ നമ്പറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് മീൻസ് 1000 പ്ലേസ് ദ ഡിജിറ്റ്. 100 ഇൻറ്റു 24 നമ്പറിന്റെ രണ്ടാമത്തെ പ്ലേസ് ദ ഡിജിറ്റ് പ്ലസ് 10 ഇൻറ്റു 24 നമ്പറിന്റെ മൂന്നാമത്തെ പ്ലേസ് ദ ഡിജിറ്റ് പ്ലസ് 1 ഇൻറ്റു 24 നമ്പറിന്റെ നാലാമത്തെ പ്ലേസ് ഡിജിറ്റ്. ഇതെല്ലാം കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫോർമുല കിട്ടുന്നുണ്ട്. കാരണം 1000 ഇൻറ്റു എന്താണ് സം ഓഫ് ഓൾ ആ 1000th പ്ലേസ് ഡിജിറ്റ്. മനസ്സിലായില്ലേ? A11 പ്ലസ് A21. ഇതിത്തെ ഈ നമ്പറാണ്, അതായത് കോളം നമ്പർ എന്നൊക്കെ നമ്മൾ പറയും. ഇതാണ് നമ്മൾ ഏത് പ്ലേസ് ആണ് എന്ന് അറിയുന്നത്. ഇതാണ് എത്രാമത്തെ നമ്പർ ആണെന്ന് അറിയുന്നത്. ഓക്കെ, ഇപ്പൊ A24 1 പ്ലസ് 100 ഇൻറ്റു A12 പ്ലസ് ഓൾ ദ വേ അപ് ടു A24 2 പ്ലസ് ഇത് 242 അല്ല, 24 2 ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. A13 പ്ലസ് A ഇൻറ്റു 24 3 പ്ലസ് 1 ഇൻറ്റു എങ്ങനെയാണ് A14 പ്ലസ് A24 ഇൻറ്റു 4. പക്ഷെ നമുക്ക് ഈ ഓരോ ഡിജിറ്റ്സും ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതാണ് എന്ത് തന്നിരിക്കുന്നത്, ആ കിട്ടിയ റിസൾട്ട് തന്നിരിക്കുന്നത്. റിസൾട്ട് എന്തായിരുന്നു? I'm forgetting the result very quickly. 153310 പ്ലസ് n ആണ്. മനസ്സിലായോ? ഈക്വൽ ടു 153310 പ്ലസ് n ആണ്. ഓക്കെ ഓക്കെ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോണത്. അതാണ് സിമ്മട്രി കൺസിഡറേഷൻ. കാരണം നമുക്ക് ഈ 24 നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ 24 നമ്പറിൽ ഈ യൂണിറ്റ്സ് പ്ലേസ്, ലാസ്റ്റ് പ്ലേസ് ഉണ്ടാവുമല്ലോ, 4 പ്ലേസ് ഉണ്ടാവും. അത് യൂണിറ്റ്സ് പ്ലേസിൽ ഇപ്പോ A1 അല്ലെങ്കിൽ A എന്ന് പറയുന്ന നമ്പർ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടാവും? 5 പ്രാവശ്യമാണോ, 4 പ്രാവശ്യമാണോ, 6 പ്രാവശ്യമാണോ, 7 പ്രാവശ്യമാണോ? എത്ര പ്രാവശ്യമായിരിക്കണം? അതിന്റെ ആൻസർ എന്താന്ന് പറഞ്ഞാൽ 6 പ്രാവശ്യമായിരിക്കണം. കാരണം let us assume that 7 പ്ലേസ് ഒരു നമ്പർ അസ്യൂം ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, 2 എണ്ണം 6 പ്ലേസും 1 എണ്ണം 5 പ്ലേസും അസ്യൂം ചെയ്തു എന്ന് വിചാരിക്കാം. എയും ബിയും സിയും ഡിയും ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വ്യത്യാസം വരാനുള്ള കാരണം എന്താണ്? ലൈക്ക് വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്? എന്തുകൊണ്ട് അങ്ങനെ ആവണം? കാരണം അങ്ങനെ ആവേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾ ഈ 4 നമ്പർ എടുത്തു എന്നിട്ട് എല്ലാ രീതിക്കും അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കണ്ടീഷനും ലൈക്ക് ഒരു നമ്പറിനും ഒരു സ്പെഷ്യാലിറ്റിയും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ അത് എന്താണ് 7 പ്ലേസിലേക്ക് വരും? കാരണം വി ഡോണ്ട് ഹാവ് എ റീസൺ ടു ജസ്റ്റിഫൈ ദാറ്റ്. അപ്പൊ എല്ലാം ഈക്വൽ നമ്പർ ഓഫ് പ്ലേസസ് തന്നെ ഒക്യുപ്പൈ ചെയ്യണം, വിച്ച് മീൻസ് എല്ലാം 6 പ്ലേസ്. ബിക്കോസ് 24 ഡിവൈഡഡ് ബൈ 4 എന്താണ്? 4 നമ്പർ ഉണ്ട്, അപ്പൊ 6 പ്ലേസ് ആണ്. അപ്പൊ 6 തവണ A വരണം, 6 തവണ B വരണം, 6 തവണ C വരണം, 6 തവണ D വരണം. അതാണ് ഒരു സിമെട്രിക് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ അല്ലേ? But why is it obeyed is a question that you can ask. Because if it doesn't get obeyed, let us say 24 can be divided in some other fashion also. But why? Because we are just permuting this combination and there is no reason why one number like any number should differ from another number, because there is no justification that we can give for that. Moreover, like, because then we need to answer the question. Let us say if A is occurring 7 times and B is occurring 5 times and the C and D is occurring 6 and 6 times, that also will add up to 24. But then we should answer the question, why is A occupying 7 and B occupying 5? Why is it like that? Because it can also be the case that A can occupy 5 and B can occupy 7. Why is that not happening?
Why is only this happening? All right. So we can always ask that kind of thing, because why is this combination preferred over this combination? There is no reason why this should be preferred over this, and that mm, can only be solved. This is the consideration of symmetry, and symmetry is very very important actually. Like symmetry, ഇതൊന്നും CAT preparation അറിയുന്ന കാര്യങ്ങളല്ല, പക്ഷെ ഇതൊക്കെ ജനറൽ ഐഡിയാസ് ആണ്. സിമ്മട്രി കൺസിഡറേഷൻസ് ഫിസിക്സിലും മാത്സിലും എല്ലാത്തിലും ഉണ്ട്. കാരണം എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ എടുത്തു, ഇത് എടുക്കാണ്ട്? കാരണം രണ്ടും ഈക്വൽ കോമ്പിനേഷൻ ആണ്. then why is one particular combination preferred over the other? അപ്പൊ അതുകൊണ്ട് തന്നെ എയും ബിയും സിയും ഡിയും ഇത് ഈക്വൽ ടു അല്ല, ഇത് നമ്പർ ഓഫ് ടൈംസ് എ ഒക്കർ, നമ്പർ ഓഫ് ടൈംസ് ബി ഒക്കർ ആണ്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു, ഈ ഡിസ്കഷന്റെ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ഇതെല്ലാം ഒക്കർ ചെയ്യേണ്ടത് ഷുഡ് ഒക്കർ 6 ടൈംസ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും, സിമ്മട്രി പ്രശ്നങ്ങൾ വരും. മനസ്സിലായില്ലേ? വിച്ച് മീൻസ് and there is nothing special about the units place. The same is true about what? Hundreds place, tens place and thousands place. Which means in every place we clearly know from symmetry that every number should occur the same times. Which means what we have did earlier is what? 1000 into sum of all the numbers that occur in the thousands place. All right. But we know that in the thousands place, every number in thousands place, a should occur 6 times, which means a plus a plus a plus, like we are adding all of this. Because the thing that we saw in bracket earlier is basically the sum of all the 4-digit numbers. But we know that in all the 4-digit numbers, a should occur 6 times, which means 6a. We are summing all of those numbers. In the same time, 6b plus 6c plus 6d. In the same way, for hundreds digits also, 6a plus 6b plus 6c plus 6d, and in the same goes for tens digit and ones digit. All right. Here again 6a plus 6b plus 6c plus 6d. And the same for 1. 6a plus 6b plus 6c plus 6d, which basically is nothing but 6000. Okay, 6000 we can take common here. Here we can take 600 out. Here we can take 60 out, and here we can take 6 out, which means 6000 plus 600 plus 60 plus 6 into a plus b plus c plus d is equal to what? 153310 plus n. Okay, 153310 plus n, which means this 6666 is the number here, and a plus b plus c plus d is equal to 153310 plus n, which again means that this number here should be divisible by 6666. 6666 is divisible by 2. 6666 is divisible by 3. 6666 is divisible by 11. 6666 is divisible by 6, because we can write it like this, അല്ലേ? കാരണം അപ്പോൾ 6 ഇൻറ്റു നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 6 ഇൻറ്റു 1111 ഇൻറ്റു സംതിങ് ഇസ് ഈക്വൽ ടു സം നമ്പർ. മനസ്സിലായില്ലേ? Which means if we divide it by 6, like here it will go, here also like this should be an integer. This should be an integer, and that should be divisible by 6. In the same way, it should be divisible by 3. In the same way, it should be divisible by 11. In the same way, it should be divisible by 2. This is all basically number theory. Okay. So 153310 plus n should be divisible by 2, should be divisible by 3, should be divisible by 11, and should be divisible by 6. But and n is anything between 1 to 9. Because already in the question it's given that n is a natural number, which means it is ranging from 1 to 9. But we have like narrowed down the options, because it can't be 1, because then it won't be divisible by 2. So it can be 153312, 153314, 153316, and 1533
18 because it's a natural number. It can't be 0. Okay. So these are the only possibilities, and out of this, it should be divisible by 3. Now, is this divisible by 3? 3 4s are 12. 3 7s are 21. 3 7s are 21. 3 7s are 21. This is not divisible by 3. Okay. Is this divisible by 3? Is this divisible by 3? 3 5s are 15. 3 1 1 0. No, this is not divisible by 3. Okay. Is this divisible by 3? 3 5s are 15. 3 1 1 3 3. This is not divisible by 3. Is this divisible by 3? 3 5s are 15. 1 1 0 and 6. This is divisible by 15. So this is the answer. So this is also divisible by 3. Like, yes, the 153312. But is 11. Let's check this. 11 1. When 15 minus 11 is 43. 11 3 10. 11 9 99. 103 minus 99 is 4 41. 11 3 33. It's 82. No, this is not divisible. 11 ones are 11. 15 minus 11 is 4. 11 threes are 33 and 10. 11 11 okay, 11 nines are 99 and that's 41. 11 threes are 33. 41 minus 33 is 8. 11 eights are 80. This is divisible. So the answer is 153318, which means that is equal to 153310 plus n, which means n is equal to 8. All right, and a plus b is nothing but 153318. All right, and divided by 6666. 6666 into 3 is what? 6 3s are 18. 6 3s are 18 plus 1 9. 6 3s are 18. 18 plus 1 9. Plus 1 9. 19998. 666 and like 153310 plus n is 8. Mhm, mhm. 998. 3 4 5 6. Okay, okay. This is not 1 6 6 like 6666 into 15331. Okay, into 2. Like, so that's 2 15331 minus into 2 is 6 2s are 12 plus 1 13. 6 2s are 12 plus 1 13. 6 2s are 12 12 plus 1 13. 13 3 3 2. 11 minus 2 it's 9. 12 minus 3 it's 9. 12 minus 3 it's 9. 4 minus 3 it's 1. 1999. 6 12 plus 1 13. 9 plus 6 12 plus 1 13. 4 plus 1 5. 1999. Okay, 19998 is 23. Okay, so a plus b plus c plus d is equal to 23 and n is 8. So 23 plus 8 is equal to 31 is the final answer. Okay. Bye guys. ഇപ്പോൾ നമുക്ക് കാണാം, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.